സ്വീകരിക്കുന്നു. തെരുവിൽ കഴിയുന്ന ഒരു നീചനും താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. അതുപോലെ മറ്റു യോഗ്യതകൾക്കനുസരിച്ച് ഓരോരുത്തരും ദൈവത്തെക്കാൾ ശക്തനോ, ദൈവത്തെക്കാൾ ബുദ്ധിമാനോ, ദൈവത്തെക്കാൾ പ്രസിദ്ധനോ, ദൈവത്തെക്കാൾ സുന്ദരനോ, ദൈവത്തെക്കാൾ ത്യാഗിയോ ആകാൻ സാധ്യമല്ല. അതിനാൽ ഭഗവാൻ രാമചന്ദ്രൻ പിതാവിന്റെ ആജ്ഞയനുസരിച്ച് അദ്ദേഹത്തോടുള്ള അനുസരണ മൂലം സാമ്രാജ്യം മുഴുവനായി ത്യജിക്കാനുള്ള സദ്ഗുണം കാണിച്ചു. ഹരേ കൃഷ്ണ. ഒരു രാജാവിന്റെ ധർമ്മം അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ധർമ്മമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്ത് കറപ്ഷൻ കാണിച്ചും എന്ത് കൊള്ളരുതായ്മകൾ കാണിച്ചും അധികാരത്തിൽ തുടരുക എന്നുള്ളതല്ല ഒരു രാജാവിന്റെ ധർമ്മം എന്നുകൂടി ഇവിടെ കാണിക്കുന്നു. കണ്ടിന്യൂ ചെയ്തോളൂ, അടുത്ത പാരഗ്രാഫ് കൂടി. അദ്ദേഹത്തിന് പിതാവിനോട് ഇങ്ങനെ തർക്കിക്കാമായിരുന്നു: പ്രിയപ്പെട്ട പിതാവേ, അങ്ങിത് ചെയ്യുന്നത് അങ്ങയുടെ സത്യം പാലിക്കാൻ മാത്രം, അതും ഒരു സ്ത്രീയുടെ കൽപ്പന മൂലമാണല്ലോ. ഇത് മതിയാക്കുക. എന്റെ കിരീടധാരണം നാളെ നടക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അവരൊക്കെ ഏറെ എന്നെ സ്നേഹിക്കുന്നുമുണ്ട്. കൃഷ്ണൻ എങ്ങനെ ജനപ്രിയനായിരുന്നുവോ അതുപോലെ രാമൻ ജനങ്ങൾക്ക് ജീവനായിരുന്നു. അടുത്ത ദിവസം രാമൻ സിംഹാസരൂഢനാകുന്നത് അവരൊക്കെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നഗരമൊക്കെ അലങ്കരിച്ച് ആഘോഷങ്ങളിൽ മുഴുകുകയായിരുന്നു അവർ. പക്ഷേ അദ്ദേഹം തർക്കിച്ചതേയില്ല. ഉടനെ ഏൽക്കുകയും ചെയ്തു. ശരി പിതാവേ, ഞാൻ തയ്യാറാണ്. ഹരേ കൃഷ്ണ. കണ്ടിന്യൂഷൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ സോദരന്മാരിൽ ഒരാളായ ലക്ഷ്മണൻ രാമചന്ദ്രനോട് അപേക്ഷിച്ചു: പ്രിയപ്പെട്ട ജ്യേഷ്ഠ, എന്നെ കൂടി കൊണ്ടുപോവുക. ഞാൻ അങ്ങയുടെ സന്തത സഹചാരിയല്ലേ, ഞാൻ ഒപ്പം വന്നേ തീരൂ. രാമചന്ദ്രൻ പറഞ്ഞു: അത് നിന്റെ ഇഷ്ടം. നിനക്കു സ്വേച്ഛമായോ വരണമെങ്കിൽ ആവാം. അപ്പോൾ ശ്രീരാമൻ യുവതിയായ ഭാര്യ സീതയും ഇങ്ങനെ പറഞ്ഞു: ഞാനും അങ്ങയോടൊപ്പം വരും. രാമചന്ദ്രൻ പത്നിയോട് അപേക്ഷിച്ചു: നിനക്ക് എന്റെ ഒപ്പം വരാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്. നീ ഒരു രാജപുത്രിയും സുഖസൗകര്യങ്ങളിൽ വളർന്നവളും അതിസുന്ദരിയുമാണ്. നിനക്ക് വരാനാവില്ല. കാട്ടിൽ വസിക്കുന്നതിന്റെ കഷ്ടപ്പാടുകൾ നിനക്ക് താങ്ങാനാവില്ല. അപ്പോൾ സീതാദേവി പ്രതിവചിച്ചു: ഞാൻ അങ്ങയുടെ പത്നിയാണ്. അതിനാൽ താങ്കൾ നരകത്തിലേക്ക് പോയാലും ഞാനും ഒപ്പമുണ്ടാകും. ഇങ്ങനെയാകണം ഓരോ ധർമ്മപത്നി. അവൾക്ക് നിരസിക്കാമായിരുന്നു. ഓ, അങ്ങ് കാട്ടിലേക്ക് പോകാൻ അങ്ങയുടെ പിതാവ് ആജ്ഞാപിച്ചു. അങ്ങയ്ക്ക് പോകാം. ഞാൻ എന്റെ പിതൃഗൃഹത്തിലേക്ക് പോവുകയോ ഇവിടെ തങ്ങുകയോ ചെയ്യാം. ഇല്ല, ഇതൊരു ആദർശ പത്നിയാണ്. ഭർത്താവിന്റെ ഏതൊരു സാഹചര്യവും സ്വീകരിക്കാൻ അവൾ തയ്യാറായിരിക്കണം. ഭർത്താവ് സമ്പന്നനായിരിക്കുമ്പോൾ വിശ്വസ്തയായിരിക്കുക. അയാൾ ദരിദ്രനാവുകയോ കാട്ടിൽ പോവുകയോ ചെയ്യുമ്പോൾ അയാളുടെ സഹവാസം ഉപേക്ഷിക്കുക. അങ്ങനെയല്ല വേണ്ടത്. ഭാര്യയൊരു നല്ല പകുതി എന്നർത്ഥം. അവൾ ഭർത്താവിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. നിഴൽ രൂപത്തെ എന്ന പോലെ ഭർത്താവിന്റെ നിഴലായി ഭാര്യ പിന്തുടരണം. ഭർത്താവ് എവിടെ പോയാലും അവളും പോകണം. ഭർത്താവിന് എന്തു വേണമെങ്കിലും അവൾ ചെയ്തു കൊടുക്കണം. തീർച്ചയായും അമേരിക്കയിൽ ഈ വ്യാഖ്യാനത്തെ വേറെ വിധത്തിലാണ് സ്വീകരിക്കുക. അതായത് ഭാര്യ അടിമയാക്കപ്പെടുന്നുവെന്ന്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. രാമചന്ദ്രനെ വേർപിരിഞ്ഞ ശേഷം ദശരഥ ചക്രവർത്തി മനസ്സിനേറ്റ ആഘാതം മൂലം മരണമടഞ്ഞു. സീമന്തപുത്രൻ രാമചന്ദ്രൻ രാജാവിന്റെ ഓമനപുത്രനായിരുന്നുവല്ലോ. രാമചന്ദ്രൻ രാജാവാകാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷെ മഹാരാജാവിന്റെ ആജ്ഞ മൂലം അദ്ദേഹത്തിന് വനവാസത്തിൽ പോകേണ്ടി വന്നു. ഈ ആഘാതം താങ്ങാൻ പിതാവിനായില്ല. അദ്ദേഹം മരണമടഞ്ഞു. ഹരേ കൃഷ്ണ. ഇവിടെ ഒരു മകന്റെ ധർമ്മം പറഞ്ഞു. പിന്നീട് ഒരു ഭാര്യ എന്നാൽ നല്ല പകുതി എന്നർത്ഥം. അതായത് അതുകൊണ്ടാണ് നമ്മൾ വാമഭാഗം എന്ന് പറയുന്നത്. അത് ടോൾസ്റ്റോയുടെ
ലേഡി ചാർട്ടേഴ്സ് ലവർ പോലെ ആകരുത്. അതല്ല എന്നുണ്ടെങ്കിൽ അനീഷ്യ എന്നൊരു കഥാപാത്രമുണ്ട്, ദ പവർ ഓഫ് ഡാർക്ക്നെസ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കേരളത്തില് അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. പണ്ട് സാംബശിവന്റെ കഥാപ്രസംഗമായിരുന്നു അനീഷ്യ എന്നുള്ളത്. അതിനകത്ത് പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കാരണമാണ്. ഇവിടെ എല്ലാം ടോൾസ്റ്റോയ് കൃതികളെല്ലാം നോക്കിക്കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റും സ്ത്രീകളെ നെഗറ്റീവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ടോൾസ്റ്റോയ് കൃതികൾ അങ്ങനെ വന്നു? എന്തുകൊണ്ട് ഭാരതത്തിലെ ഏതെങ്കിലും കൃതികൾ ഒരു ഉത്തമയായ സ്ത്രീയെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു? രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ട് സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്നുള്ള വ്യത്യാസമാണ്. പാശ്ചാത്യ സംസ്കാരം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇവിടെ പ്രഭുപാദര് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു. അമേരിക്കയിൽ ഈ വ്യാഖ്യാനത്തെ വേറെ വിധത്തിലാണ് സ്വീകരിക്കുക, അതായത് ഭാര്യ അടിമയാക്കപ്പെടുന്നു എന്നതാണ്. അതേസമയം അങ്ങനെയല്ല. ഭാരതത്തിലെ സ്ത്രീകളെ എപ്പോഴും ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ട് കണ്ടിരുന്നു. അതുകൊണ്ട് ഒരു ഭാര്യയുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റൊന്നല്ല. ഭർത്താവിന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭഗവാന്റെ ദാസനായിരിക്കുക എന്നുള്ളതും ഭർത്താവ് ഭഗവാനെ സേവിക്കുക എന്നുള്ളതും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ഭാര്യ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ഭർത്താവിന്റെ ക്വാളിറ്റി അവിടെ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ വീണ്ടും എവിടെ വരെ വായിച്ചു നമ്മള്? ഭരതനിൽ നിന്ന് ഈ വാർത്ത അറിഞ്ഞ രാമചന്ദ്രൻ ഭരതനോട് അപേക്ഷിച്ചു, നീ രാജാവാകണമെന്ന് നിന്റെ അമ്മ ആഗ്രഹിച്ചു, എന്റെ അഭാവത്തിൽ നീ രാജാവായിരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഏറെ വിശ്വസ്ത സഹോദരനായ ഭരതൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇല്ല, താങ്കളാണ് രാജാവ്. അങ്ങ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റാർക്കും രാജാവാകാൻ പറ്റില്ല. ഞാൻ രാജാവാകുകയുമില്ല. ഇതാണ് ഒരു സഹോദര സ്നേഹം അല്ലെങ്കിൽ ഒരു സഹോദരന്റെ ധർമ്മം. ഗോവിന്ദ് എടുത്തോ 7.7? ഏതെന്നാണ് 7.7? ഭഗവത്ഗീത എടുത്തു. ഇതിന്റെ കണ്ടിന്യൂഷൻ ആര് വായിക്കും? സുമാജി വായിച്ചോളൂ. പക്ഷേ രാമചന്ദ്രൻ ഈ വാർത്ത അറിഞ്ഞ രാമചന്ദ്രൻ ഭരതനോട് അപേക്ഷിച്ചു, നീ രാജാവാകണമെന്ന് നിന്റെ അമ്മ ആഗ്രഹിച്ചു, എന്റെ അഭാവത്തിൽ നീ രാജാവായിരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഏറെ വിശ്വസ്ത സഹോദരനായ ഭരതൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇല്ല, താങ്കളാണ് രാജാവ്. അങ്ങ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റാർക്കും രാജാവാകാൻ പറ്റില്ല. ഞാൻ രാജാവാകുകയില്ല. പക്ഷെ രാമചന്ദ്രൻ തുടർന്ന് അപേക്ഷിച്ചു, നീ ഭരണം നിർവഹിക്കുകയെങ്കിലും ചെയ്യുക. ഭരതൻ അത് സമ്മതിച്ചു. കുറച്ചു കാലത്തിന് ശേഷം കാട്ടിൽ വെച്ച് സീത അപഹരിക്കപ്പെട്ടു. രാമചന്ദ്രൻ അത് പ്രതീക്ഷിച്ചിരുന്നു. അവൾ സുന്ദരിയും യൗവനയുക്തിയുമായിരുന്നു. അദ്ദേഹം കരുതിയിരുന്നു, തുറന്ന വനത്തിലാണ് ഞങ്ങൾ, രാക്ഷസന്മാർ വന്നേക്കാനിടയുണ്ട്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു. അങ്ങനെ സീതയ്ക്കായി രാമചന്ദ്ര ഭഗവാൻ സീതയുടെ അപഹർത്താവായ രാവണന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കി. സീതയ്ക്ക് വേണ്ടി മാത്രം. അത്രത്തോളം വിശ്വസ്തയായിരുന്നതിനാൽ ആ പത്നിക്ക് തനിയെ ജീവിക്കാൻ കഴിഞ്ഞില്ല. കാട്ടിലേക്കായാൽ പോലും അവൾക്ക് ഭർത്താവിനെ അനുഗമിക്കേണ്ടിയിരുന്നു. ഭർത്താവാകട്ടെ അത്രത്തോളം വിശ്വസ്തനാകയാൽ ഭാര്യ അപഹൃതയായപ്പോൾ രാവണന്റെ കുടുംബത്തെ മൊത്തത്തിൽ കൊന്നൊടുക്കി. ഹരേ കൃഷ്ണ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങള്. ആദ്യം സീതാദേവിയെ കൊണ്ടുപോകാൻ ശ്രീരാമചന്ദ്രൻ മടിച്ചിരുന്നു. വനത്തിലേക്കാണ് പോകുന്നത്. അപ്പം അത്തരം ദുർഘടഘട്ടങ്ങളിൽ ഭർത്താവ് ഒരിക്കലും ഭാര്യയെ കൂട്ടാൻ പാടില്ല എന്നൊരു ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതേസമയം പതിവ്രതയായ ഭാര്യയായതുകൊണ്ട് നല്ലതായാലും ചീത്തയായാലും അത് ഞാനും അനുഭവിക്കേണ്ടതാണ് എന്ന ധർമ്മം അനുസരിച്ചിട്ട് സീതാദേവി ശ്രീരാമചന്ദ്രനൊപ്പം പോകാൻ തയ്യാറാവുകയും, ശ്രീരാമചന്ദ്രൻ അറിയാം പല ദുർഘടങ്ങള് അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം ഒരു നിമിത്തമാണ്. അങ്ങനെ
സീതാദേവിയെ മാരീചൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് മായാസീതയെയാണ്. പിന്നെ എല്ലാം ഭഗവാൻ അവിടെ ഒരു കളി കളിക്കുകയാണ്. പിന്നെ മൊത്തം കളിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഭഗവാനോട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. കളിച്ച് അവസാനം അവനെ വിഷമിപ്പിക്കും. അത്രയും വരെ കൊണ്ടുപോകും. അതുകൊണ്ട് കളിക്കാൻ നിൽക്കരുത്. സത്യം പറയുകയാണ്. ഭഗവാന്റെ അടുത്ത് സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ഭഗവാന്റെ അടുത്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കളിപ്പിക്കും നമ്മൾ. കളിച്ച് അങ്ങേ അറ്റത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ഇടക്കം കിട്ടും. പിന്നെ കളിക്കാത്ത രീതി. അതെ. ഇത് പിന്നെ കംസന്റെ സന്നിധിയില്, മാതാജി അല്ലേ, കംസന്റെ സന്നിധിയില് ഭഗവാൻ പോകുന്നുണ്ട്. ആനയുടെ പേരെന്താ? കവലയാപീഠം അല്ലേ? കവലയാപീഠം. അപ്പം കംസൻ കവലയാപീഠത്തെ നിർത്തുന്നുണ്ട് ഭഗവാനെ എതിരിടാൻ വേണ്ടിയിട്ട്. ഈ കവലയാപീഠം എന്ന അതിശക്തനായ ആനയെ ഭഗവാൻ ആ വാലെ പിടിച്ച് കറക്കുന്നുണ്ട്. നമ്മള് സിനിമയിലൊക്കെ കാണുന്ന വെറുതെ ഇങ്ങനെ കാണിക്കുന്ന ചാവി കൊണ്ട് കറക്കത്തില്ലേ, ആ ലാഘവത്തോടെ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ശക്തി എന്ന് പറഞ്ഞത്. ആ ലാഘവത്തോടെ ആനയെ പിടിച്ച് ഇങ്ങനെ കറക്കിയിട്ട് എടുത്തെറിഞ്ഞിട്ട് അവിടുന്ന് ആന വീണ്ടും ചാടിക്കേറി വീണ്ടും വരും, വീണ്ടും എടുത്തെറിയും. അങ്ങനെ കളിച്ചിട്ട് പിന്നെ ഒറ്റ വിടല് വിട്ടിട്ടുണ്ട്. അങ്ങനെ മസ്തകം ഒക്കെ ചിതറി വീഴും. അപ്പൊ അത്രയും ശക്തിമത്താണ് ഭഗവാൻ. പക്ഷെ ഇവിടെ സീതാദേവിയെ ഒറ്റയടിക്ക് കിട്ടുകയൊക്കെ ചെയ്യും. ഇതൊരു കളിയാണ്. കാര്യം ചെയ്തത് തെറ്റാണ്. ആരോടാണ് കളിച്ചത്? ഒരു സ്ത്രീയോടാണ്. അവിടെയാണ് മഹാഭാരത യുദ്ധവും തുടങ്ങിയത്. ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് തീരുമാനിച്ചു, ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഭഗവാൻ തീരുമാനിച്ചു, ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞു, എന്നാൽ ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അവിടെയാണ് പാശ്ചാത്യ സംസ്കാരവും നമ്മുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. ഭാരതീയ സംസ്കാരത്തിൽ ഭാരതധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പരിശുദ്ധമാണ്, അബ്സല്യൂട്ട് ട്രൂത്ത്, പരമമായ ധർമ്മമാണ്. ആ ധർമ്മത്തിൽ ഓരോ സ്ത്രീയും ലക്ഷ്മി ദേവിയുടെ പര്യായമാണ്. അപ്പൊ അടുത്തത് എന്റെ കണ്ടിന്യൂഷൻ ആര് വായിക്കും? സുധീർ പ്രഭു വായിച്ചോളൂ. കിട്ടിയ 7.7 ഗോവിന്ദ്? വായിച്ചോളൂ. കുറച്ച് കേൾക്കുന്നില്ല. സുധീഷ് ജി കേൾക്കുന്നില്ല. മൈക്ക് ഓഫ് ആയിരുന്നു. ഏതോ വായിക്കണ്ട്? 7.7. അതിന്റെ ശ്ലോകം എനിക്കൊന്ന് വായിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. ശ്ലോകം മത്തപരതരം നാന്യത് അസ്തി കിഞ്ചിത് ധനഞ്ജയ. അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചോളൂ. O conqueror of wealth, there is no truth superior to me. Everything rests upon me as pearls are strung on a thread. മത്തപരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മൈ സർവമിദം പ്രോതം സ്തോത്രേ മണിഗണായുവാഹ. ഓ കോൺകറർ ഓഫ് വെൽത്ത്, ധനത്തെ ജയിച്ചവനെ, ഓ കോൺകറർ ഓഫ് വെൽത്ത്, there is no truth superior to me. എന്നിലും വലുതായ ഒരു സത്യം ഇല്ല. Everything rests upon me as pearls are strung on a thread. നൂലിൽ മുത്തുമണികൾ കോർക്കപ്പെട്ടതുപോലെ എല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. എന്നിലും വലിയ ഒരു സുപ്പീരിയർ, ഒരു സുപ്രീമോ ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് രാവണന്റെ അജ്ഞത കൊണ്ട്, ദുർബുദ്ധി എന്ന് ഞാൻ പറയത്തില്ല, അജ്ഞത കൊണ്ട് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ശ്രീമദ് മഹാഭാഗവതത്തില് പ്രഥമ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തിലാണോ 3-ാമത്തെ അധ്യായത്തിലാണോ, കൺഫേം ചെയ്യണേ,
നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അല്ല എങ്കിൽ അതെല്ലാം വ്യർത്ഥമായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം, എങ്കിൽ മാത്രമേ അതിന് വിജയം ഉണ്ടാകുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. രാവണൻ എല്ലാ വേദങ്ങളും അറിയുന്ന ഒരു വേദ പണ്ഡിതനായിരുന്നു രാവണൻ. ഒരുപാട് മന്ത്രങ്ങളുടെ ശക്തി രാവണൻ ഉണ്ടായിരുന്നു, എത്രയോ ശക്തിമാനായിരുന്നു. പക്ഷേ ഒന്ന് അദ്ദേഹത്തിനില്ലായിരുന്നു, ഭക്തി, സ്പിരിച്വൽ, ഭഗവാനുമായിട്ടുള്ള സ്നേഹം. അതിൽ അദ്ദേഹം അജ്ഞനായിരുന്നു. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഭാര്യയാണെന്ന് പോലും ചിന്തിക്കാതെ, നോക്കണം, പരമോന്നതനായ സൃഷ്ടികർത്താവിന്റെ ഭാര്യയെ ലക്ഷ്മി ദേവിയെ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അത്രയും വിവരമില്ലായിരുന്നു രാവണനെ എന്ന് ചിന്തിക്കണം നമ്മൾ. എന്നാൽ വലിയ പണ്ഡിതനുമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ളവരുടെ എല്ലാം കാര്യം ഇതേപോലാണ്. കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കും, വേദങ്ങളെ പറ്റി സംസാരിക്കും, പിന്നെ മന്ത്രങ്ങളെ പറ്റി സംസാരിക്കും, വലിയ ആഹുതികള്, കർമ്മ യജ്ഞങ്ങൾ എല്ലാം ചെയ്യും. പക്ഷെ ഭഗവാനെ പറ്റി മാത്രം അറിയത്തില്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പൂജകൾക്കോ യജ്ഞങ്ങൾക്കോ ഹോമങ്ങൾക്കോ യാതൊരു ഫലവുമില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ അതിന്റെ കണ്ടിന്യൂഷൻ സുധീർ പ്രഭു ഒന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. രാവണന് ഭൗതിക ശക്തി ഏറെ ഉണ്ടായിരുന്നു. പക്ഷെ രാവണനുമായി പോരാടാൻ രാമചന്ദ്രൻ തന്റെ രാജ്യത്തിലേക്ക് മടങ്ങിച്ചെന്ന് സേനയെ കൊണ്ടുവന്നില്ല. അദ്ദേഹം തിരിച്ചു പോയതേയില്ല. കാരണം കാട്ടിൽ വസിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ആജ്ഞ. അതിനാൽ കാട്ടിലെ ജന്തുക്കളായ വാനരന്മാരെ കൂട്ടി അദ്ദേഹം ഒരു സേനയൊരുക്കി. സുസജ്ജമായ ഭൗതിക ബലമുള്ള രാവണനോട് വാനരന്മാരൊത്ത് അദ്ദേഹം പോരാടി. 14 വർഷങ്ങൾക്ക് ശേഷം രാമചന്ദ്രൻ സീതയുമൊത്ത് അയോധ്യയിലേക്ക് മടങ്ങിയെത്തി. നാടുകടത്തലിന് ശേഷം അദ്ദേഹം സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടു. ഇതാണ് ആദർശപൂർണമായ ചരിത്രം. ആദർശവാനായ ഒരു രാജാവിന്റെ മാതൃക കാണിക്കാനും പഠിപ്പിക്കാനുമായി ശ്രീരാമൻ ഭൂമിയിൽ അവതരിച്ചു. അതിനാൽ ഒരു നല്ല സർക്കാർ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഉദാഹരണമായി നൽകുന്നത് രാമരാജ്യമാണ്, ഭഗവാൻ രാമന്റെ രാജ്യം. കാരണം അവിടെ എല്ലാവരും സന്തുഷ്ടരായിരുന്നു. രാമചന്ദ്രന്റെ ജീവിതത്തിൽ എങ്ങനെ ജനങ്ങളെ അദ്ദേഹം സന്തോഷിപ്പിച്ചു എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ രാമരാജ്യം വേണമെന്ന് പറയുന്നത്? രാമരാജ്യം എന്ന ഒരു തത്വത്തിൽ, എന്നൊരു ആശയത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ജനങ്ങൾ സുരക്ഷിതരാവുകയുള്ളൂ. വായിച്ചോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. അക്കാലത്ത് ഇന്നത്തെ പോലെ കോടതിയും നിയമവ്യവസ്ഥയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം, 6 വർഷം കഴിയുമ്പോൾ വിധി പ്രസ്താവിച്ചു കിട്ടും. അങ്ങനെ ആയിരുന്നില്ല അന്ന്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ രാജാവിനെ സമീപിച്ച് പരാതി ബോധിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നു. രാജാവ് തുറസായ ഒരിടത്തിരിക്കും. പൗരന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. കാരണം ആർക്കും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല. ഉള്ളവ തന്നെ തീരെ ചെറിയവയായിരിക്കും. ഏവരും സന്തുഷ്ടരായിരുന്നു. രാജാക്കന്മാർ സദാ പൗരന്മാരുടെ സന്തോഷത്തെക്കുറിച്ചാവും ചിന്തിക്കുക. രാമചന്ദ്രനെ പോലുള്ള രാജാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവരെ പരിശീലിപ്പിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം ഒരു രാജാവാണെന്നതല്ല നമ്മുടെ താല്പര്യത്തിന് കാരണം. എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്, പരമേശ്വരനാണ് അദ്ദേഹം. അദ്ദേഹം ഭഗവാനാണെന്നതിനാൽ അദ്ദേഹത്തിന്റെ അവതാര ദിനം നാം ആഘോഷിക്കുന്നു. രാമാദിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠൻ, ബ്രഹ്മസംഹിത 5.39. അദ്ദേഹം ഭഗവാന്റെ തനതു രൂപത്തിലല്ല, ഭഗവാന്റെ മൂലസ്വരൂപം കൃഷ്ണനാണ്. കൃഷ്ണൻ വിവിധ രൂപങ്ങളിൽ വിസ്തരണം നടത്തുന്നു. അദ്വൈതം, അച്യുതം, അനാദിം, അനന്തരൂപം. ബ്രഹ്മസംഹിത 5.33. അനന്തരൂപം എന്നാൽ കോടിക്കണക്കിന് എന്നർത്ഥം. ഭഗവാന്റെ അവതാരങ്ങൾ ആർക്കും എണ്ണി തീർക്കാനാവില്ല. പക്ഷേ
സുപ്രധാനമായ ചില അവതാരങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ അവയിൽ ഒന്നാണ്. ശ്രീരാമചന്ദ്രൻ ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഇത് നമ്മള് ഇപ്പം പോകുന്നത് ഞാൻ തന്ന PDF പേജിന്റെ അവസാന ഭാഗമാണ്. എന്റെ അവതാരികയിലെ അവസാന ഭാഗത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വായിച്ചോളൂ. ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ്. വായിച്ചോളൂ. ശ്രീരാമചന്ദ്രന്റെ ജീവിതം, പ്രവൃത്തികൾ, ലീലകൾ ഇവയെക്കുറിച്ച് കേൾക്കുകയെന്നാൽ രാമചന്ദ്രനുമായി നാം ബന്ധപ്പെട്ടു എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ രൂപം, നാമം, ലീലകൾ ഇവയും തമ്മിൽ വ്യത്യാസമില്ല. അദ്ദേഹം നിരപേക്ഷനാണ്. അതിനാൽ രാമന്റെ പുണ്യനാമം ജപിക്കുകയോ അദ്ദേഹത്തിന്റെ വിഗ്രഹം ദർശിക്കുകയോ അദ്ദേഹത്തിന്റെ ദിവ്യ ലീലകളെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പരമദിവ്യോത്തമ പുരുഷനുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണ് നമ്മൾ. അതിനാൽ ഭഗവത് അവതാരങ്ങളുടെ ജന്മദിനങ്ങളും വാർഷികങ്ങളും നാം ഉപയോഗപ്പെടുത്തുന്നു. ഭഗവാനുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും അതുവഴി ശുദ്ധി നേടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ അവതാരിക വായിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പണ്ടുള്ളവര് വീടുകളില് രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്നത് എന്നുള്ളത്. ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ഭഗവാന്റെ ലീലകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എവിടെ ഭഗവാന്റെ നാമം ജപിക്കുന്നുവോ അവിടെ ഭഗവാൻ വാഴുന്നു. നാഗം സ്മിതമാതാജി അതിന്റെ ഫുൾ ശ്ലോകം എങ്ങനെയാണ്? തുടക്കം ഓർമ്മ വരുന്നില്ല പ്രഭു. നാഹം തിഷ്ഠാമി വൈകുണ്ഠ. നാഹം തിഷ്ഠാമി വൈകുണ്ഠേ. നോക്കിയെടുത്ത് വെച്ചോളൂ. അതായത് ഞാന് വൈകുണ്ഠത്തിലല്ല, ഞാൻ യോഗിമാരുടെ അടുത്തല്ല, ഞാനുള്ളത് എന്റെ നാമം ആര് ജപിക്കുന്നുവോ അവരുടെ ഒപ്പമാണ്. അതുകൊണ്ടാണ് 16,108 ഭാര്യമാരും ഭഗവാൻ ഉണ്ടായിരിക്കുമ്പോൾ അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെയും വരുന്നു ത്യാഗം, പരിത്യാഗം. ഇവിടെ ഒരാളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഭർത്താവിന് വിഷമമാണ്. എത്രയോ പേരെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് പോവില്ല, അവിടെ തന്നെ അടയിരുന്നുള്ളൂ. സത്യമാ പറയുന്നത്. കുറെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ലോങ് ലീവാണ്, വീട്ടിൽ തന്നെ ഇരിക്കും. ഇവിടെ 16,108 ഭാര്യമാര്. ആ സൗന്ദര്യമുള്ള ഒരു ഒറ്റ സ്ത്രീയും പിന്നീട് ഭാരതത്തിൽ ഉണ്ടായിട്ടുമില്ല. നാഹം തിഷ്ഠാമി വൈകുണ്ഠേ. വായിച്ചോളൂ മാതാജി. നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു വാ തത്ര തിഷ്ഠാമി നാരദ യത്ര ഗായന്തി മദ്ഭക്തഃ. അർത്ഥം കൂടെ. I am not in Vaikuntha nor in the hearts of the yogis. I remain where my devotees engage in glorifying my activities. It is to be understood that the Supreme Personality of Godhead does not leave the company of his devotees. Hare Krishna. ഹരേ കൃഷ്ണ. അപ്പം ഈ 16,108 ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ അർജുനന്റെ കൂടെ പോയി, പാണ്ഡവരുടെ കൂടെ പോയി. നാരദ മഹർഷിക്ക് അതിശയമായി പോയി. നാരദ മഹർഷിക്ക് പോലും പൂർവജന്മത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ ഇത്രയും പേരെ ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് പോയപ്പോൾ നാരദ മഹർഷി അദ്ദേഹത്തെ കാണാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ ഭഗവാന്റെ മടിയില് അർജുനൻ തലവെച്ച് കിടക്കുന്നതാണ് കാണുന്നത്. നാരദ മഹർഷിക്ക് അതിശയമായി പോയി. ഭഗവാന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു, എന്ത് യോഗ്യതയാണ് അർജുനനുള്ളത് എന്ന് ഉള്ള സംശയത്തോടെ ചിന്തയോടെ അർജുനനെ വിളിക്കാൻ ചെന്നു. ഭഗവാൻ പറഞ്ഞു, മിണ്ടരുത്, അർജുനൻ ഉറക്കമാണ്, ശല്യപ്പെടുത്തരുത്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അർജുനന്റെ രോമങ്ങളിൽ ചെവി വെച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അർജുനന്റെ രോമങ്ങളിൽ മിണ്ടാതെ നിശബ്ദതയോടെ നാരദ മഹർഷി ചെവി വെച്ചു. നാരദ മഹർഷി കേട്ട ഒരു വൈബ്രേഷൻ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ. ഭഗവാൻ
അർജുനന്റെ ഓരോ രൂപമകൂപങ്ങളും ഭഗവാനെ പറ്റിയുള്ള സ്മരണയായിരുന്നു. എത്ര പേർക്ക്, നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ പറ്റും? എപ്പോഴും നമ്മുടെ ഓരോ അവയവങ്ങൾ പോകട്ടെ, നമ്മുടെ ചെറിയ മനസ്സുകൊണ്ടെങ്കിലും ഭഗവാൻ എത്ര പേർക്ക് ഓർമ്മിക്കാൻ പറ്റും? എന്നിട്ടാണ് പറയുന്നത് ഭഗവാന്റെ അടുത്ത്, എന്തോ സുമാജി എന്തോ കൈവക്കിയല്ലോ, എന്നിട്ടാണ് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇത്രയും പ്രയാസങ്ങൾ ഭഗവാൻ എന്തുകൊണ്ടാ തരുന്നെന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്? പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കർമ്മ ഫലങ്ങൾ, ഇതാണ് ശരിക്കുള്ള എവല്യൂഷൻ തിയറി. പക്ഷെ അതിനെ തരണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കാത്തത് നമ്മുടെ തലവര കൊണ്ടല്ല. അവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്. നമ്മുടെ വിധി കൊണ്ടല്ല, നമുക്ക് ഭഗവത് ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മൾ ഭഗവാനെ വിചാരിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് 14 വർഷം 13 വർഷം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട അദ്ദേഹം ചെയ്ത കുറ്റത്തിന്റെ ഈക്വൽ പനിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ നല്ല നടപ്പനുസരിച്ചിട്ട് ആ കോടതി വിധിയിൽ മാറ്റം വരാൻ പറ്റും. ആ വിധിച്ച അതേ ജഡ്ജിക്ക് തന്നെ ഇതിൽ ചെറിയ ഇളവ് കൊടുക്കും. ഒരുപക്ഷെ 5 or 6 വർഷം കഴിയുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ റിലീസ് ചെയ്യും. നല്ല നടപ്പ് എന്ന് പറയും, അതിനെ റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് അനുഭവയോഗ്യമാകേണ്ട ചില വിധികൾ, ആ വിധികൾ ഭഗവത് സ്മരണയോടെ പോയി കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നമുക്ക് ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളെ എന്റെ തലവരയായി പോയി, എന്റെ ജന്മദോഷമായി പോയി എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പശ്ചാത്തപം ഒന്നിനും ഒരു പരിഹാരവുമല്ല. പറയുന്നുണ്ട് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് മാറ്റാൻ പറ്റത്തില്ല, പിന്നെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പിന്നെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ രണ്ടിലും നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പരമമായ ഭക്തിയും പരമമായ വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ ഇതിനെയെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രീരാമചന്ദ്രനിലൂടെ വീണ്ടും ദൃഢമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ. അത് തന്നെയാണ് നമുക്ക് അഹല്യയിൽ കണ്ടത്. ദ്വാപരയുഗവും കഴിഞ്ഞ് ത്രേതായുഗം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ് അഹല്യയ്ക്ക് മോക്ഷം കിട്ടാൻ. അതേസമയം ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചത് കൊണ്ടെന്ന് മാത്രം, നിരന്തരമായി ജപിച്ചത് കൊണ്ട് മാത്രം ശ്രീരാമചന്ദ്രൻ ദ്വാപരയുഗത്തെ എടുത്തു മാറ്റി ത്രേതായുഗത്തിൽ എത്തിയിട്ട്, ത്രേതായുഗം 2ാമത്തെ യുഗത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ശ്രീരാമചന്ദ്രൻ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു. ജീവിതത്തിലെ പ്രയാസങ്ങളെ എടുത്തു മാറ്റുന്നതിനെ മോക്ഷം എന്ന് പറയാം. അപ്പൊ ആ ഒരു മോക്ഷം ജീവിതത്തിലെ കറന്റ് ലൈഫില് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ കലിയുഗത്തില് കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്ന മന്ത്രജപം കൃത്യമായി ജപിച്ചേ പറ്റത്തുള്ളൂ. എന്താണ് ആ മന്ത്രജപം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതുകൊണ്ടാണ് പണ്ട് ഉള്ളവര് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അത് വിഷ്ണു ക്ഷേത്രമായിക്കോട്ടെ, ശ്രീകൃഷ്ണ ക്ഷേത്രമായിക്കോട്ടെ, മഹാദേവരുടെ ക്ഷേത്രമായിക്കോട്ടെ, ദേവീ ക്ഷേത്രമായിക്കോട്ടെ, അവിടെ അഖണ്ഡ നാമജപം എന്നൊരു ചടങ്ങുണ്ട്. ഈ അഖണ്ഡ നാമജപം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു നാമം മാത്രമായിരിക്കും. ഇതി ഷോഡശ നാമന 16 അക്ഷരമുള്ള കരിസന്ധാരണോ ഉപനിഷത്തിലെ മന്ത്രം അവിടെ നമ്മൾ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഈ ടൂണായിരിക്കും നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രജപം കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ ജപിക്കണം. ആ ജപത്തിനൊരു സംഖ്യ ആവശ്യമാണ്. അതിനുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റൗണ്ട് ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 പ്രാവശ്യമാണ്. ആ 108 ഗുണിതങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ ജപം പോകേണ്ടത്. 108 ജപിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇനി വീണ്ടും ജപിക്കണം, അടുത്തൊരു 108 കൂടി ജപിച്ചു നിർത്തണം. അല്ല, പകുതിക്കല്ല, ഒരു 108 കൂടെ നമുക്ക് ജപിക്കാം. അങ്ങനെ അതിനെയാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ആ ഒരു റൗണ്ടിലെ 108 പ്രാവശ്യം നമ്മൾ ജപിച്ച് നിർത്തണം. ഹരേ കൃഷ്ണ. ചന്തു പാടാൻ റെഡിയാണോ? ചന്തു. ഇന്ന് രാമായണത്തിനെ കുറിച്ച് മാതാജി ഇന്നെന്തോ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ, സ്മിത മാതാജി. ബാക്കി ഭാഗങ്ങള് ഇല്ലേ? കേട്ടില്ല. രാമായണത്തിനെ കുറിച്ച് ബാക്കി ഭാഗങ്ങള് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ചന്തു റെഡിയാണോ പാടാൻ? പ്രഭു ഒരു 5 മിനിറ്റ് പ്ലീസ്. 5 മിനിറ്റ്. ഓക്കെ. കമലു റെഡിയാണോ പാടാൻ? ഈ പാട്ട് ആർക്കെങ്കിലും അറിയാം? ജീവഗഹോ ജീവഗഹോ, ആ പാട്ടറിയാമോ? ഏ ജീവാത്മാവേ ഉണരൂ. കമലയ്ക്ക് അറിയാമോ പാട്ട്? ഏതാ പ്രഭു? ജീവഗഹോ ജീവഗഹോ. ഇല്ല പ്രഭു, അതറിയില്ല. ഏ ജീവാത്മാവേ ഉണരൂ. വൃന്ദാവനത്തില് ചില ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രം ഉണ്ടോ അറിയുന്നില്ല, വൃന്ദാവനത്തിൽ ഇടുന്ന ഒരു പാട്ടാണ് രാവിലത്തെ ഉണർത്തു പാട്ട്. ഏ ആത്മാവേ നീ ഉണരൂ. ബ്രഹ്മമുഹൂർത്തത്തിന് ശേഷം ആര് കിടന്നുറങ്ങിക്കഴിഞ്ഞാലും അവര് പ്രേതങ്ങളുടെ മടിയിലാണ് തലവെച്ച് കിടക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ജീവാത്മാവേ നിങ്ങൾ ഉണരൂ, ഭഗവാനെ സെർവ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ജീവഗഹോ ജീവഗഹോ. ജാഗോ പ്രഭു. എന്തോ? ജീവ് ജാഗോ. ജീവ ജാഗോ. കറക്റ്റ്. കറക്റ്റ്. അറിയാമോ പാട്ട്? ഇല്ല പ്രഭു, പക്ഷെ എന്താ പറയാ, എടുത്തു തരാം പ്രഭുവിന് വേണമെങ്കിൽ. ഓക്കെ. രാമായണത്തെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നേ? ഓക്കെ പ്രഭു. ഞാന് രാമന്റെ ലീലകള് എവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഈ വേൾഡില് എന്നുള്ളതിനെ കുറിച്ച് 2-3 പോയിന്റ് പറയാം. തായ്ലൻഡില് ഒരു ബുക്ക് ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്, രമകീയൻ എന്ന് പറയുന്നത്. ആ സ്റ്റോറി ശരിക്കും രാമായണം തന്നെയാണ്. സീത അതിലെ ചിന്ത എന്ന് പറയണു. ഈ ബാങ്കോക്കിന് മുന്നേ ഉണ്ടായിരുന്ന ക്യാപിറ്റലിന്റെ പേര് ഐദ്യ എന്നായിരുന്നു, തായ്ലൻഡിന്റെ. അവിടുത്തെ മാർഷൽ ആർട്സ്, ബോക്സിങ്, ഇതിലൊക്കെ ഓരോ കിക്കിനെയും പറയുക ഹനുമാന്റെ കിക്ക്, അങ്കദിന്റെ പഞ്ച് എന്നൊക്കെയാണ്. അപ്പൊ ഈവൻ അവിടുത്തെ രാജാക്കന്മാരുടെ പേരെല്ലാം രാം 1, രാം 2, രാം 9 അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് രാജാവിന്റെ പേര് രാം 9 ആയിരുന്നു. അതേപോലെ ഇന്തോനേഷ്യയില് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ചിന്റെ പേര് പാണ്ഡവ ബീച്ച് എന്നാണ്. അവിടെ രാം ഭഗവാന്റെ ഒരു വലിയ എന്താ പറയാ പ്രതിമ അവർ വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കത് രാമനാണെന്നൊന്നും അറിയില്ല, പക്ഷെ അവിടെ ഉണ്ട്. അതുപോലെ അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോണുമെന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തുള്ളത് കുംഭകർണന്റെ 55 ഫീറ്റ് ഉയരമുള്ള ഒരു പ്രതിമയാണ്.
ആൻഡ് ആ കുംഭകർണന്റെ ദേഹത്ത് മുഴുവൻ മങ്കീസ്, എന്താ പറയാ, കൊരങ്ങന്മാരിങ്ങനെ കേറിയിട്ട് ഇരിക്കുന്ന ടൈപ്പിലാണ് ആ സ്റ്റാച്യു ഉള്ളത്. ഈ ബലിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഗാർഡന്റെ ഒത്ത നടുക്കില് ഒരാള് ഇങ്ങനെ അമ്പ് വിട്ടിട്ടുണ്ട്, വില്ലിങ്ങനെ കൊലച്ചിട്ട് അമ്പ് വിട്ട പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്. അത് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ഡിയർ ഉണ്ട്. അതിന്റെ മേത്ത് ഈ ആരോ വന്ന് തറച്ചിട്ടുള്ള പോലെയാണ്. അത് അവർക്ക്, അതായത് രാമായണത്തിലെ കഥാപാത്രങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അവർക്കത് രാമായണാണോന്ന് അറിയില്ല. ആൻഡ് ഇന്തോനേഷ്യത്തെ എയർപോർട്ട് ടെർമിനലിന്റെ പേരുകളൊക്കെ സീത 1, റാം 1 ഇങ്ങനെയൊക്കെയാണ്. മലേഷ്യ, കംബോഡിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഡാൻസ്, ഡ്രാമ, ഇതെല്ലാം എന്താ പറയാ, ഈ രാമായണത്തിന്റെ സ്റ്റോറീസ് ആണ്. പക്ഷെ അത് അവർക്ക് രാമായണം എന്ന രീതിയിൽ അവർക്ക് അറിയില്ല. ഈവൻ അതില് സ്റ്റോറീസില് എന്താ പറയാ, ആ ഡ്രാമയിലൊക്കെ അവര് കാണിക്കുന്നത് 10 തലയുള്ള ആള്, അതായത് രാവണൻ, പിന്നെ ആർട്ട് ഫോംസ്, അതായത് ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൊക്കെ ഈ കൊരങ്ങന്മാര് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടുപോയിട്ട് അവരുടെ കല്ലെടുത്ത് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല ഇത് രാമായണാണെന്നുള്ളത്. ഈവൻ എത്യോപ്യയിലടക്കം ഒരു തവണ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു സന്യാസി പോയപ്പോ അവിടുത്തെ രാജാവിന് രാമായണം ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ രാജാവ് ചോദിച്ചു, ഈ പുസ്തകത്തിന്റെ കഥയുടെ സമ്മറി എന്താണ് ഈ പുസ്തകത്തിലുള്ളതെന്ന് ചോദിച്ചപ്പോ, അപ്പൊ ഇങ്ങനെ സമ്മറിയില് ഈ സന്യാസി പറഞ്ഞു കൊടുക്കും ഈ രാമായണത്തിന്റെ കഥ. അപ്പൊ അദ്ദേഹം പറയും, നമ്മളുടെ അവിടെ ഇത് ഞങ്ങളുടെ തന്നെ ഹിസ്റ്ററിയാണ്, ഞങ്ങള് കുഷൈറ്റ്സ് ആണ്. അപ്പോ എന്താ അവിടെ പിന്നീട് അവര് അതിന്റെ മുകളിൽ റിസർച്ച് നടത്തിയപ്പോ രാമൻ ഈ കിങ്ഡത്തിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു ഭാഗം കുഷനും ഒരു ഭാഗം ലവനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഭാഗത്തിനെ കുശദ്വീപ് എന്നും മറ്റേ സൈഡിനെ ലവദ്വീപ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്കെല്ലാം രാമായണത്തിന്റെ കഥകൾ അറിയാം. ഈ കൺട്രീസിലെല്ലാം രാമായണത്തിന്റെ കഥകളുണ്ട്, രാമായണത്തിന്റെ ആർട്ട് ഫോംസ് ഉണ്ട്. പക്ഷെ അവർക്ക് രാമായണം എന്ന രീതിയിലല്ല അവർക്കത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവരത് അറിയുന്നത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ചന്തു റെഡിയായോ പാടാൻ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാടിക്കോളൂ. രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രഘുവീര രണധീര രഘുവീര രണധീര രഘുവീര രണധീര രഘുവീര രണധീര രഘുവീര രണധീര രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരമാമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരം രാമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരം രാമ രാമചന്ദ്ര രഘുരാമ
Ramachandra Param Rama, Ramachandra Raghurama, Ramachandra Param Rama, Ramachandra Raghurama, Ramachandra Param Rama, Raghurama 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 Param Rama, Ramachandra Mama Bandhu, Ramachandra Jaya Sindhu, 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 Mama Bandhu 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 Jaya Sindhu. Hare Ram, 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 Ramachandra Raghuvira, Ramachandra Ranadhira, Ramachandra Raghuvira, Ramachandra Ranadhira. Hare Krishna. Uncle mute ആണ്. മ്യൂട്ടാണ് പ്രഭു. ഇന്ന് മീരാജി പാടുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇന്ന് പറഞ്ഞിട്ടില്ല. പാടും, പക്ഷെ ഇനിയും പാടും, വിട്ടുകൊടുക്കില്ല പ്രഭുജി. ഒരു ദിവസം കൂടി പാടും. റെഡിയല്ലേ? ഏത് പാട്ടാ? നരസിംഹ കീർത്തനം പാടിക്കോളൂ. നരസിംഹ നമുക്ക് പാടിക്കോളൂ. ഗിരിധാരിക്ക് പാടണോ? 3 മിനിറ്റ് റെഡിയാക്കി വെച്ചേരെ. ഓക്കെ. ഇപ്പം ഗോവിന്ദ് പാടിക്കോളൂ. ഗോവിന്ദ് ബുക്ക് എടുക്കാൻ വേണ്ടി പോയിരിക്കാം. ഓക്കെ. കമൽ റെഡിയാണോ സുധീഷ് ജി? അല്ല, സുധീർ പ്രഭു. അതെ പ്രഭു. ഓക്കെ, എന്നാ ചെയ്തോളൂ. അപ്പം ഗോവിന്ദ് അപ്പഴത്തേക്ക് റെഡിയാവും. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ. വോളിയം വളരെ കുറവാണ്. മൈക്ക് കുറച്ചുകൂടെ അടുത്ത് വെക്കണേ. അതെ അതെ. പാടിക്കോളൂ പാടിക്കോളൂ. കേക്കാം ബ്രോ.
കേൾക്കാം. नादिया गोद्रू में नित्यानंद महाजान, 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 पाटियाचे नाम हटा जीवेरा करान, 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 शादवान जाना है, 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 प्रभु राज्ञाय बाय मागिए भिक्षाय, प्रभु राज्ञाय बाय मागिए भिक्षाय, प्रभु राज्ञाय बाय मागिए भिक्षाय, प्रभु राज्ञाय बाय मागिए भिक्षा, बोलो कृष्ण भजो कृष्ण करो कृष्ण शिक्षा, 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 नादिया गोद्रू में नित्यानंद महाजान, नादिया गोद्रू में नित्यानंद महाजान, पाटियाचे नाम हटा जीवेरा करान, पाटियाचे नाम हटा जीवेरा करान, अपराध शून्य होय लोह कृष्ण नाम, 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 कृष्ण माता कृष्ण पिता कृष्ण दान प्राण, कृष्ण माता कृष्ण पिता कृष्ण दान प्राण, कृष्ण माता कृष्ण पिता कृष्ण प्राणदान, कृष्ण माता कृष्ण पिता कृष्ण प्राणदान, गोविंद धना प्राण, 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 नादिया गोद्रू में नित्यानंद महाजान, नादिया गोद्रू में नित्यानंद महाजान, पाटियाचे नाम हटा जीवेरा करान, पाटियाचे नाम हटा जीवेरा करान, कृष्ण संसार करो चढ़ी अनाचार, 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 जीव दया कृष्ण नाम सर्वधर्म सार, जीव दया कृष्ण नाम सर्वधर्म सार, नादिया गोद्रू में नित्यानंद महाजान, 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 पाटियाचे नाम हटा जीवेरा करान, पाटियाचे नाम हटा जीवेरा करान, नादिया गोद्रू में नित्यानंद महाजान, नादिया गोद्रू में नित्यानंद महाजान, ओ नित्यानंद महाजान, नित्यानंद महाजान, ओ नित्यानंद महाजान, नित्यानंद महाजान, नादिया गोद्रू में नित्यानंद महाजान, नादिया गोद्रू में नित्यानंद महाजान। हरे कृष्ण। പ്രഭു മ്യൂട്ടാണ്. പ്രഭു മ്യൂട്ട്. ഓക്കെ, സുധീർ പ്രഭു, താങ്ക് യു ടമരു. ഗോവിന്ദ് റെഡി അല്ലേ? ഓക്കെ.
Namaste Narasimhaya Praladadadayine Hiranyakashi Purvakshada Silatanganakalaye Ido Narsimho Parado Narsimho Yato yato yamitado narsimho Bahir narsimho hridaye narsimho Narsimham adim sharanam prapade Tava karakamala vare nakham Adbhuta shringam Dalita hiranyakashipur Tanabringam Keshavadreda Narahari Rupa Jadagadisha Hare Jaya Jagadisha Hare Jaya Jagadisha Hare Jaya Narsimhadev Jaya Narsimhadev Jaya Narsimhadev Jaya Narsimhadev Jaya Prahlad Maharaj Jaya Prahlad Maharaj Jaya Prahlad Maharaj Jaya Prahlad Maharaj Hare Krishna മ്യൂട്ടിലാണ് പ്രഭു മ്യൂട്ടിലാണ്. താങ്ക് യു ഗോവിന്ദ്. ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുർമൃത്യു നമാമിഹം. ശ്രീ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മാമുഖ ജയ പത്മഭൃംഭ വിഘ്നവിനാശ നരസിംഹ ഭഗവാൻ കി ജയ്. നരഹരി കി ജയ്. പ്രഹ്ലാദ് മഹാരാജ് കി ജയ്. ഗിരിധാരി പാടാൻ റെഡിയായോ? ആ മൊബൈല് ഹൊറിസോണ്ടൽ രീതിയിൽ പിടിക്ക്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, പാടിക്കോളൂ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കാൻ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. കാർവണ്ണൻ തന്നുടെ മേൽ കായാമ്പൂ പൂ വിരിച്ച് കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കണ്ണാ നീ ആടിയ ലീലകളൊന്നൂടെ ആടൂലേ കണ്ണ 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 കണ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു താങ്ക് യു താങ്ക് യു. പരിചയപ്പെടുത്താം, എന്റെ സഹോദരിയാണ് അവിടെ ഇരിക്കുന്നത്. എന്റെ സഹോദരിയുടെ മകനാണത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഏത് ക്ലാസ്സിലാണ് ഗിരിധാരി പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സില്. ഏത് സ്കൂളില്? ഏത് സ്കൂളില്? AMLPS അയ്യായ മലപ്പുറത്താ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ രാമചരിതം ഇന്നത്തെ നമ്മൾ തൽക്കാലം നിർത്താം. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ടോ? സുധീഷിന്റെ അഭിപ്രായങ്ങളൊന്നും വന്നില്ല. ഇല്ല പ്രഭു, ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇന്ന് കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം വന്നില്ല, ഒന്നും പിടിയിട്ടുന്നില്ല. ഓക്കെ, നമ്മളെ ഒന്നുമില്ല. ശ്രീരാമചന്ദ്രന്റെ ഇൻട്രഡക്ഷൻ മാത്രമേ നമ്മൾ പറഞ്ഞോളൂ. പക്ഷേ ഏകദേശം രാമായണം മുഴുവൻ നമ്മൾ കവർ ചെയ്യുകയും ചെയ്തു. അടുത്ത ഒരു പേജോടുകൂടി അടുത്ത ഒരു പേജ് വായിക്കുമ്പോഴത്തേന് നമ്മൾ രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞു. അടുത്ത ആഴ്ചത്തെ ഒരൊറ്റ പേജ് കൊണ്ട് രാമായണം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആ ഒരൊറ്റ പേജിൽ എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രാമായണം വായിക്കുമ്പോൾ ഓരോ വരികളും നമുക്ക് മനസ്സിലാവും. അതാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇവര് പണ്ടൊക്കെ ഈ 10th കഴിഞ്ഞാല് പീഡിഗ്രി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പീഡിഗ്രിക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്രിപ്പറേഷൻ ക്ലാസ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ശരി, സുധീഷ് ശരിയല്ലേ? അതെ അതെ അതെ. ഈ പ്രിപ്പറേഷൻ ക്ലാസ് 2 മാസം നമ്മൾ കഴിയുമ്പോഴത്തേന് ഏകദേശം പീഡിഗ്രിക്കുള്ള ഏകദേശമൊക്കെ നമ്മൾ തയ്യാറായി.
അതുപോലെയാണ് രാമായണം വായിക്കുന്നതിന് മുമ്പായിട്ട് ഇത് പ്രഭുപാദരുടെ ഈ ഒരു വിവർത്തനം വളരെ ലളിതമാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ രാമായണം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം മനസ്സിലാവും. ഓരോ ഭാഗം വായിക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ആ വരികൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇത് മൊത്തം വായിച്ചു തീർക്കാൻ നമുക്ക് ശ്രമിക്കാം. ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? മീരാജി അടുത്ത ആഴ്ച പാടിയിരിക്കും. ഇന്ന് സേതു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒന്ന് പാടിക്കണേന്ന്. ചോദിച്ചു നോക്കിയേ, ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നു. അപ്പം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമായിരുന്നു. നമ്മള് വളരെ ഭംഗിയായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ജി നാട്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. എന്തായാലും അവിടെ വെച്ചും നമുക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാകുന്നു. നാട്ടിൽ വരുമ്പോൾ ഭക്തജനങ്ങള് നാട്ടിലുണ്ടാകുമ്പോഴാണ് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ തന്നെ ഒരു താല്പര്യം കാണത്തില്ല നാട്ടിലേക്ക്. സത്യമാ പറയുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പം നമുക്ക് 2 ഭക്തജനങ്ങളുടെ വീട്ടിലൊക്കെ പോകാനും അതിനെയാണ് സജ്ജന സമ്പർക്കം എന്ന് പറയുന്നത്, സത്സംഗം എന്ന് പറയുന്നത്. അവരെയൊക്കെ കാണാനും ഒക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു അർത്ഥതലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഡോക്ടർ ജി നാട്ടിലേക്ക് പോവുകയാണ്, സെറ്റിൽ ആവുകയാണ്. ആതുര സേവനം അവിടെ വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആ മകളുടെ വിവാഹം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പം അതും എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഡോക്ടർ ജിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ. ഗിരിധാരിയുടെ ചേച്ചിയെ കണ്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ഓക്കെ. അപ്പം നമ്മള് ഇനി എന്തെങ്കിലും സ്മിതമാതാജി പറയാനുണ്ടോ? വീണ്ടും ഇല്ല. സുധീർ പ്രഭു. അടുത്ത ആഴ്ച ജീവജഗു ആര് പാടും? ജീവജഗു. ഇപ്പം സമയമില്ല. ജീവജഗു ജീവജഗു. മാതി എന്റെ അക്ഷരം വാക്ക് ഞാൻ മറന്നു പോയിരുന്നു, ഓർമ്മിപ്പിച്ചത് നന്നായി. ജീവജഗു ഇതല്ലേ ടൂണ്? ജീവജഗു ജീവജഗു. നല്ലൊരു പാട്ടാണ്. യൂട്യൂബില് ഞാൻ ലിങ്ക് ഇട്ട് തരാം. പ്രഭു പഠിച്ചിട്ട് അടുത്ത കുറി പാടിയാ മതി. ഞാൻ പാടില്ല. അതിനാണ് ഞാൻ എന്റെ കുട്ടികളെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പം മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ? സുധീർ പ്രഭു. ഹരീഷ, ഡോക്ടർക്ക് എല്ലാ ഭാവങ്ങളും നാട്ടിൽ പോയിട്ട് സെറ്റ് ആവാൻ. ഡോക്ടർ ജി ഇപ്പൊ തിരക്കിലാണ്. കുഴപ്പമില്ല. ഓക്കെ. ആരൊക്കെയോ ഗസ്റ്റ് വന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഏകം ശാസ്ത്രം ചെല്ലാം. ഏകം ശാസ്ത്രം സ്മിതമായ ചൊല്ലിക്കൊള്ളു. ഏകം ശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം, ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഏകോ മന്ത്ര തസ്യ നാമാനി യാനി, കർമാഭി ഏകം തസ്യ ദേവസ്യ സേവ. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവ ദേവ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം
ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കാർത്യായനി മഹാമായേ മഹായോഗിന്നദീശ്വരി നന്ദഗോപസുതം ദേവീം പതിം മേ കുരുത്വേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി എത്തിയിട്ടുണ്ട്, മകൾ എത്തിയിട്ടുണ്ട്, ചേച്ചി എത്തിയിട്ടുണ്ട്. 2 വാക്കുകൾ പറയാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എങ്ങോട്ടും പോയില്ല. പിന്നെ പോകുന്നതിനിടയ്ക്ക് 1-2 ഗസ്റ്റുകളെ പോകുന്നതിന്റെ പേരിൽ അവരെ കൂടെ എന്റർടൈൻ ചെയ്യേണ്ടി വന്നു. എന്നാലും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. പ്രഭുവിന്റെ മൈക്കിൽ കൂടെ ആണെന്നേ ഉള്ളൂ. അപ്പൊ ഇന്നും നമ്മളെ രാമായണ പാരായണം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്താൻ സാധിച്ചു എന്ന് കരുതുന്നു. അപ്പം ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ തുടരണം. അടുത്ത വെള്ളിയാഴ്ച ദൈവം എല്ലാം മംഗളമായി നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇതിൽ ചേരുന്നതാണ്, നാട്ടിൽ നിന്ന് ചേരുന്നതാണ്. എന്നാലും നമ്മൾ തമ്മിൽ ദൂരങ്ങളില്ല, ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത് നിർബാധം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ചേച്ചി പറഞ്ഞോളൂ. എല്ലാവർക്കും ഉറക്കം പറഞ്ഞു അങ്ങോട്ട്. അത് ഞാൻ ഇവിടെ വോളിയം കുറച്ച് വെച്ചിരിക്കുന്നു. പറഞ്ഞോളൂ. ഞാനിത് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അടുത്ത ആഴ്ച നാട്ടിൽ വരാണ്. പ്രഭു ഒരു മൈക്ക് വെച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച നാട്ടിൽ നിന്ന് കാണാമെന്ന്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ഒരു വൈഷ്ണവ ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റി. അതിലും ചുരുങ്ങിയ സമയമായിരുന്നു. മകളുമായിട്ടുള്ളത് എന്താ പറയുന്നത്? പറഞ്ഞോളൂ. എന്ത് എക്സ്പീരിയൻസ്? എല്ലാരെയും നേരിട്ട് കാണാൻ പറ്റിയല്ലോ. ഇനിയിപ്പോ നമുക്ക് നാട്ടിൽ നിന്ന് കാണാം അടുത്ത ആഴ്ച. തീർച്ചയായും. ഡോക്ടർ എന്നാ ഷിഫ്റ്റ് ചെയ്യുന്നേ? ഞങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും 2 വാചകം പറഞ്ഞു. ഇവിടെ അഭ്യർത്ഥന വന്നിരിക്കുന്നു. ഡോക്ടറിനും ഫാമിലിക്കും വേണ്ടിയിട്ട് എല്ലാവരും 2 വാക്ക് സംസാരിക്കണം എന്നുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. സ്മിതമാതി സ്റ്റാർട്ട് ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു ദാമോദര ആരതിയുടെ സമയത്താണ് നമ്മൾ കാണുന്നത്. ഇത്രയും ഗാഢമായ ഒരു ബന്ധം ഇത്രയും ചുരുങ്ങിയ സമയത്തില് എന്താ പറയാ ഉണ്ടായി എന്നുള്ളത് അതിശയകരമായ കാര്യമാണ്. എല്ലാം ഭഗവാന്റെ കൃപയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് മുടക്കരുത് എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്. എന്താ പറയാ കണക്റ്റഡ് ആയിരിക്കണം. ഇവിടുന്ന് പോയാലും നമ്മൾ ഒരു ഫാമിലി ആയിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. കൃഷ്ണഭക്തിയിൽ കൃഷ്ണ ഇൻ ദ സെന്റർ. ഹരേ കൃഷ്ണ. ഓക്കെ, മീരാജി. എനിക്കും ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളും വളരെ ചുരുങ്ങിയ ഒരു കാലത്തിനുള്ളിലാണ് ഇത്രയും എന്താ പറയാ ഭയങ്കര അടുപ്പായി മാറിയത്.
അത് പക്ഷെ ഇത്ര പെട്ടെന്ന് അല്ല അകലം ഇല്ല, എന്നാലും ഇവിടെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം അത് ഇത്ര പെട്ടെന്ന് അങ്ങ് പ്രതീക്ഷിച്ചില്ല എന്ന് മാത്രം. പിന്നെ അറിയാലോ ഡോക്ടർ ജി ഉള്ളതാണ്, ഡോക്ടർ ജി ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമ്മുടെ ഈ സത്സംഗിനും ഒക്കെ ആളാണല്ലോ മുൻകൈ എടുത്തിട്ട് എല്ലാം ചെയ്തതിനും. അതിനൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയണു. പിന്നെ അകലം ഇല്ലാത്ത കാരണം നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, ഇവിടെ കാണുന്നില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഈ സൂമിനെ പറ്റി ഞാൻ ആ വാട്സപ്പിൽ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സൂമിന്റെ കാര്യങ്ങളും ഒക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നതും എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നതും. അതിനു മുൻപ് ആശ അന്ന് സുമചേച്ചി ഉണ്ടായിരുന്നില്ല, ഞാനും ആശയും മാതാജി ഉണ്ടായിരുന്നുള്ളൂ. സുമചേച്ചി നാട്ടിലായിരുന്നേ. അപ്പൊ ആശ പറയുന്നുണ്ട് ഗീതാ ക്ലാസ്സിന് പോവാം, ഗീതാ ക്ലാസ്സിന് പോവാം. പക്ഷെ എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചിരുന്നില്ല. എന്താ വെച്ചാൽ ഫ്രൈഡേ ഒക്കെ എനിക്ക് അങ്ങനെ പോവാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നേ. ഒരു ദിവസമല്ലേ മുടക്ക്, അപ്പൊ നമുക്ക് 100 കാര്യങ്ങളില്ലേ എന്നുള്ളത്. പക്ഷെ അത് എങ്ങനെയോ ഭഗവാന്റെ ഒരു ഇതുകൊണ്ട് അതൊക്കെ നടന്നു. അത് അവര് മുൻകൈ എടുത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാം ശ്രീനാഥജിയുടെ അനുഗ്രഹമാണ്. സുമാജി പറയാനില്ല, നന്നായി അവരെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നന്നായി മിസ് ചെയ്യുന്നവരെ. എന്തായാലും ഈ ഫ്രൈഡേ എല്ലാ ക്ലാസ്സിനും ചേരുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനം. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഡോക്ടർ. എന്തായാലും വല്ലാത്ത നല്ലൊരു ഒരു വർഷം കൊണ്ട് വല്ലാത്തൊരടുപ്പം. ഇതുപോലെ തന്നെ നമുക്ക് തുടരും. ഇതിന്റെ മറ്റൊരു വശം നല്ല രീതിയിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. നാട്ടിലെ വിശേഷങ്ങളും കൂടെ ഞങ്ങൾ ഇതിന്റെ കൂടെ ചേർക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. പിന്നെ സുധീഷ് ജി ചോദിച്ചിരുന്നു തോന്നുന്നു ഡോക്ടർ എന്നാ ഇവിടുന്ന് ഷിഫ്റ്റ് ആവണേന്ന്. എന്താ മീരാജി പറഞ്ഞേ? സുധീഷ് ജി ചോദിച്ചിരുന്നു തോന്നുന്നു ഡോക്ടർ എന്നാ ഷിഫ്റ്റ് ആവണേന്ന്. സുധീഷ് എന്നാണ് പോകുന്നത്? അതെ അതെ അതെ. ഞാൻ പോകുന്നത് ഞായറാഴ്ച വൈകിട്ട് ഉള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ്. രാത്രി 9:30 ഫ്ലൈറ്റ്. ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ അവർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് വിടുന്നത്. എന്നിട്ട് 5 മണിക്കൂർ മുമ്പാണ് നമ്മൾ എയർപോർട്ടിൽ എത്തണം. 4 മണിക്കൂർ എയർപോർട്ടിൽ എത്തണം. ഞായറാഴ്ച ഈ വരുന്ന മറ്റന്നാൾ രാത്രി ഫ്ലൈറ്റ്. നമ്മൾ അടുത്ത് തന്നെ നമ്മൾ വിചാരിക്കുക, ദൂരത്തിലല്ല. ഹരേ കൃഷ്ണ. സുധീഷ് ജി എന്തെങ്കിലും പറയാനുണ്ടോ? പറയട്ടെ. ഡോക്ടർ ജി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു വെർച്വൽ വേൾഡിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇന്റർനെറ്റിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതും കോവിഡിനാണ് നമുക്ക് നന്ദി പറയേണ്ടത്. ഡോക്ടറുമായിട്ട് പരിചയപ്പെടാനും ഇതുവഴിയൊക്കെ സംവദിക്കാനും ഒക്കെ ഉള്ള ഒരുപക്ഷെ ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് മാത്രം അടുത്ത ഒരു 2 ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും. ഞാനും അടുത്ത വർഷം നാട്ടിലോട്ട് റീപാട്രി ചെയ്യാനുള്ള പ്ലാനാണ്. എന്റേത് ഇപ്പൊ ഞങ്ങള് ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്താണ്. പക്ഷെ ഇപ്പൊ പുതിയ വീട് വെക്കുന്നത് പോത്തൻകോട് എന്ന് പറഞ്ഞു. വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെയും നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവണം. പിന്നെ ബാക്കിയെല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്. ഹരേഷ, ഡോക്ടറായിട്ട് എനിക്ക് കുറെ നാളുടെ പരിചയമുണ്ട്. 10-15 വർഷമായിട്ടുണ്ട്. കുട്ടികളെല്ലാം അവിടെയായിരുന്നു കാണിച്ചിരുന്നത്. ഞാനും അവിടെ തന്നെ കണ്ടിരുന്നത് ഡോക്ടറെ കുറെ നാള്. അതൊക്കെ വലുതായി നിർത്തി. പക്ഷെ വീണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഡോക്ടർ വീണ്ടും കാണാൻ പറ്റി. ആ ഒരു ആത്മീയതയിലൂടെ ഒരു നല്ലൊരു ഇത് വന്നു. ഇനി നാട്ടിൽ പോയിട്ടും അത് പൂർവ്വാതിയിൽ ഇതാവണം. ഡോക്ടർ മോഡൽ നന്നായിട്ട് അതാവട്ടെ. ഹോസ്പിറ്റലൊക്കെ റെഡി ആയിട്ട് പറ്റുകയാണെങ്കിൽ തിരിച്ചു വരട്ടെ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കണം. എല്ലാ ഭാവങ്ങളും ഡോക്ടർക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതാണ് വൈഷ്ണവ ബന്ധം എന്ന് പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഒരു വൈഷ്ണവ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. അതാണ് അതിന്റെ സത്യം. ഇതുവരെയുള്ള ബന്ധങ്ങളൊന്നും ബന്ധങ്ങളല്ല. ജീവിതത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരു റീഫോർമാറ്റിംഗ് ആവശ്യമാണ്.
ആ റീഫോർമാറ്റിംഗ് വൈഷ്ണവ ബന്ധത്തിലൂടെ സ്ഥാപിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. നമ്മളതൊരു ടൂളായി മാറി. അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മള് നേരത്തെ നേരിട്ട് കണ്ട് ഇതുപോലെ പരിപാടികൾ നടത്തിയിരുന്നു. കൊറോണ വന്ന കാരണം അത് നമ്മളെല്ലാം സെപ്പറേറ്റ് ക്യാബിനിലായി ഓരോ വീടുകളായി പ്രസന്റേഷൻ എന്നാലും കുറച്ച് കൊറോണ ഒക്കെ കണ്ടതായി വീണ്ടും നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒത്തുകൂടി എല്ലാവർക്കും കാണാൻ സാധിച്ചു. അത് വളരെ സന്തോഷം. അതുകൂടാതെ മലയാളി ഇവിടെ ഉള്ളത് കാരണം നമ്മൾ വീണ്ടും ആൾക്കാരെ നേരിട്ട് ഈ പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ആരംഭം ആണെന്ന് കൂടെ വിചാരിക്കുക. അതെ അതെ, ഇങ്ങനെ അതെ സത്യം. ഔദ്യോഗികമായിട്ട് ഡോക്ടർജി അങ്ങനെ വീണ്ടും വേറൊരു തലത്തിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയും നമുക്ക് പതുക്കെ ചെയ്യാം. എല്ലാവർക്കും ഒത്തുകൂടാൻ സാധിച്ചില്ലെങ്കിലും അതെ, മലയാളിക്ക് ഈ കൂട്ടത്തിൽ ഓരോ ദിവസം ഓരോരോ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് 2 വരെ 3 വരെ അതനുസരിച്ച് പരിപാടിയുടെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും എന്നതുകൂടി ഡോക്ടർജി സൂചിപ്പിച്ചു. നല്ലൊരു ആശയമാണ്. മാത്രമല്ല ഒരു വൈഷ്ണവരുമായിട്ടുള്ളൊരു വീടിന് ഒരു കണക്ഷൻ, ഒരു സ്പിരിച്വൽ കണക്ഷൻ കിട്ടുകയും ചെയ്യും എന്നുകൂടി നമുക്ക് ആ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് കിട്ടും. താങ്ക് യു ഇങ്ങനെ ആശയം കൊണ്ടുവന്നതിൽ. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കുറച്ചു പേരുണ്ടായത് കൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. സത്യം പറയുക. കാര്യം അറിവുള്ളവരും കൂടെ ഉണ്ടാകുമ്പോഴേ എനിക്ക് ഉണർവ് വരുന്നത്. അറിവില്ലാത്തവരുണ്ടാകുമ്പോൾ ഞാൻ ശൂന്യമാണ്. കാര്യം എന്റെ ബാക്കി പറയാൻ ആളില്ല. സുധീഷിന്റെ അടുത്ത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു 0 അവറിൽ ഞങ്ങൾ പിന്നെ കുറെ സംസാരിക്കും. അത് എന്തുകൊണ്ടാണ്? സുധീഷിക്കാൻ ഞാൻ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് അത് കണക്ഷൻ കിട്ടുന്നതും എനിക്കത് ഫുൾഫിൽമെന്റ് ആയിട്ട് മാറിയതും ചെയ്തു. അല്ലെങ്കിൽ ഞാനൊരു അർത്ഥവിരാമം ഇട്ടിട്ടാണ് പോകുന്നത്. കാര്യം എനിക്ക് പകുതി അറിവുള്ളൂ. ഇപ്പൊ തന്നെ ആ വരികള്, പാട്ടിന്റെ വരികള് പണ്ടൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഞാൻ മറന്നുപോയി. ആര് തിരുത്തുന്നു? സ്മിതമായി തിരുത്തുന്നു. എന്തുകൊണ്ട്? അറിവുള്ളവരാണ് ഇരുന്നത് കൊണ്ടല്ലേ. അപ്പം ഇത്തരം അറിവുള്ള ജ്ഞാനികള് ഭക്തർ അവിടെ ഇരിക്കുന്നതാണ് എന്റെ ആത്മീയ ജീവിതത്തിലെ എന്റെ ഉള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നല്ലതായിട്ട് പോകുന്നുള്ളതാണ് ഇവിടെ അറിയാം. മുഖതാരം അറിയാവുന്നത് ശേഷം നമ്മൾ എഴുതത്തില്ല. 15 ദിവസം പ്രഭു, നമ്മുടെ അവിടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രഭു പറഞ്ഞ പോലെ ഡോക്ടർജി എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ അവിടുത്തെ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ ലൈവ് ഇടൂ നമുക്ക് സൂമില്. ഡോക്ടർജി ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടില്ല. പറഞ്ഞോളൂ, കേൾക്കാം. ഫ്രീ ട്രീറ്റ്മെന്റ് അല്ലേ ഞങ്ങൾക്ക്? അതോ ഡിസ്കൗണ്ടോ? തീർച്ചയായിട്ടും ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. അല്ല, മണിലാൽ പ്രഭു പറഞ്ഞ പോലെ ഡോക്ടർജി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. തീർച്ചയായിട്ടും ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. ഇൻഷുറൻസ് കാർഡ് കയ്യിൽ വെച്ചിരിക്കണം. ട്രീറ്റ്മെന്റിനുള്ള അവസരം ഒന്നും വരാതിരിക്കട്ടെ. വരാതിരിക്കട്ടെ. നമുക്ക് ഇങ്ങനെ കണ്ടാ മതി. അതെ, ഇങ്ങനെ കണ്ടാ മതി. ഡോക്ടറുടെ ഈ മുഖം കണ്ടാ മതി എന്നാ പറയുന്നത്. അത് മതി. അതെ. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്ത നമ്മളെ പാഠ്യഭൂമിയിലോട്ട് മാറാൻ സമയമായി. ഹരേ കൃഷ്ണ. കൂടി വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച ശ്രീരാമചന്ദ്രനുമായിട്ട് ഒത്തുകൂടാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുട്ടികളുടെ പറയുന്നത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 5, 4, 3, 2, 1.